കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരായ സഹോദരങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. നാം റോമാലേഖനം 10-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചു വരികയാണല്ലോ. തന്നെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. സ്തോത്രം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ എന്തൊക്കെയാണ് അവൻ സമ്പന്നനാണ്. ആത്മീയ വിഷയമായുള്ള സമ്പത്തിനെക്കുറിച്ച് അവിടെ പറയുന്നു, നമ്മൾ കണ്ടു. ഇനി 14-15 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ സുവിശേഷീകരണത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവുമാണ് പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവൻ്റെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവചന ഭാഗം. തിരുവചനം മുഴുവൻ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ആവശ്യമുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ കേൾക്കുന്നത്. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനെ രക്ഷിക്കപ്പെടും. എന്നാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? സ്തോത്രം. അതുകൊണ്ട് വിളിച്ചപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തുണ്ടാകണം? അവനെ വിശ്വസിക്കണം. വെറുതെ അർത്ഥമില്ലാതെ യേശുവേ എന്ന് വിളിച്ചതുകൊണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ വിളിക്കണം. എങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുവാൻ കഴിയുള്ളൂ. അപ്പം വിളിച്ചപേക്ഷിക്കുന്ന ആ വാക്കുകളുടെ ആ ശബ്ദത്തിൻ്റെ ഉച്ചസ്ഥായിയായ അവസ്ഥ കൊണ്ടല്ല, ആ വിളി കൊണ്ടല്ല, ആ വിളിക്ക് മുമ്പ് അവനിൽ വന്ന വിശ്വാസത്തിൻ്റെ ആ അനുഭവം കൊണ്ടാണ്. വിശ്വാസമാണ് രക്ഷിക്കുന്നത്, അല്ല വിളിയല്ല രക്ഷിക്കുന്നത്. സ്തോത്രം. പല ആളുകളും വിചാരിക്കുന്നത് ഒത്തിരി അങ്ങ് വിളിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്നാണ്. ദൈവത്തിൻ്റെ നാമം ആവർത്തിച്ച് നാമം ഉച്ചരിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്നാണ് ചിലരുടെ വിചാരം. ആയിരക്കണക്കിന് പ്രാവശ്യം ദൈവനാമം ഇങ്ങനെ ഉച്ചരിച്ചു വിട്ടാൽ അതുകൊണ്ട് ദൈവം പ്രസാദിക്കുന്നത്. ഈവൻ വിശ്വാസികളായ ആളുകളുടെ ഇടയിൽ പോലും സ്തോത്രം പറഞ്ഞാൽ ദൈവം പ്രസാദിക്കും. രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ 1000 സ്തോത്രം പറയണം. ഇങ്ങനെ 1000 സ്തോത്രം പറഞ്ഞിരിക്കണം. ഉച്ചയ്ക്ക് 1000 സ്തോത്രം പറയണം. വൈകിട്ട് 1000 സ്തോത്രം പറഞ്ഞിട്ടേ കിടക്കാവും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന ആ സ്തോത്രത്തിന് ആ ശബ്ദം കൊണ്ടല്ല, ആ വിളി കൊണ്ടല്ല ദൈവം പ്രസാദിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൻ്റെ സ്തോത്രം അവസ്ഥ കൊണ്ടാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സ്തോത്രം പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളവൻ്റെ നാമത്തെ വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ വിളിച്ചപേക്ഷിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ, യഹോശുവ, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ വിശ്വസിക്കണം. വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? അവൻ വിശ്വാസയോഗ്യനാണെന്നുള്ളത് ബോധ്യപ്പെടണം. അവൻ വിശ്വസിക്കുവാൻ യോഗ്യനാണെന്നുള്ളത് ബോധ്യപ്പെടണം. അപ്പോൾ രക്ഷയ്ക്ക് ആധാരമായുള്ള ആ വിശ്വാസമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ചില വസ്തുതകളിലല്ല,
പിന്നെ വ്യക്തിയിലാണെന്നുള്ളത് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. വ്യക്തിയെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ചില വസ്തുതകളല്ല. ചില ഫാക്ട്സ്, ചില വസ്തുതകൾ, ചില യാഥാർത്ഥ്യങ്ങൾ, ചരിത്ര സത്യങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ച് അത് ബോധ്യപ്പെട്ട് അതങ്ങനെ തന്നെ എന്ന് അംഗീകരിച്ചത് കൊണ്ടായില്ല പ്രിയപ്പെട്ട. പിന്നെയോ ഹൃദയപൂർവ്വം ദൈവത്തെ നമ്മൾ വിശ്വസിക്കുവാൻ നമുക്കിടയാകണം. അതാണ് അവനെ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? നമുക്കറിയാം, ഫിലിപ്പോസ് എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണനുമായി സംസാരിക്കുമ്പോൾ, സുവിശേഷം പങ്കുവെക്കുമ്പോൾ, പ്രവർത്തന പുസ്തകം നമ്മൾ വായിക്കുന്നു. അങ്ങനെ പങ്കുവെക്കുമ്പോൾ സ്തോത്രം, നീ പൂർണ്ണ ഹൃദയ സ്നാനപ്പെടുന്ന വെള്ളം എനിക്ക് സ്നാനമേൽക്കുന്നത് എന്ത് വിരോധം ചോദിച്ചപ്പോൾ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം എന്ന് പറഞ്ഞപ്പോൾ ഷണ്ണൻ പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനം, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. തൊട്ടുടനെ യെരുശലേമിൽ ഒരു കുറ്റവാളിയെപ്പോലെ കൊടിയ കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടവനാണ്. ആ ക്രൂശിക്കപ്പെട്ടവൻ 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റവനാണ്. ആ ക്രൂശിക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റവൻ അവൻ സാധാരണക്കാരനല്ല. അവൻ്റെ ക്രൂശ് മരണം, സ്തോത്രം, അവനു വേണ്ടി തന്നെ അല്ല, അവൻ ചെയ്ത് എന്തെങ്കിലും കുറ്റം കൊണ്ടല്ല, അവൻ്റെ ജീവിതത്തിൻ്റെ തെറ്റുകൾക്കുള്ള ഒരു ശിക്ഷയായിട്ടല്ല അവൻ ക്രൂശിക്കപ്പെട്ടത്. അവൻ ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവമായവൻ മനുഷ്യപുത്രനായി വന്നവനാണ്. സ്തോത്രം. അവൻ്റെ യാഗമരണം ഇതേക്കുറിച്ചെല്ലാം യെശയ്യാവിൻ്റെ 53-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അറുപ്പാനുള്ള ആടുകളെ പോലെ അവൻ മരണത്തിന്, അവൻ തൻ്റെ ജീവനെ, പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഷണ്ണൻ, ആ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി, മഹാനും മാന്യനും ജ്ഞാനിയുമായവൻ അത് അംഗീകരിച്ചു, അത് വിശ്വസിച്ചു. സ്തോത്രം. ആ വ്യക്തിയെ, യേശു എന്ന വ്യക്തിയെ വിശ്വസിച്ചു. കർത്താവിനെ നമ്മൾ വിശ്വസിക്കണം. അല്ലാതെ ചില വസ്തുതകൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ പോരാ. കർത്താവാണ് രക്ഷിക്കുന്നത്. അതാണ് കണ്ടില്ലേ, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചു? അപ്പോൾ യേശുക്രിസ്തു എന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് പ്രാപിച്ച് അവൻ വിശ്വാസയോഗ്യനാണെന്നുള്ള ബോധ്യം വന്നെങ്കിൽ മാത്രമേ അവനെ വിശ്വസിച്ച് ആ വിശ്വാസത്തിൻ്റെ വെളിപ്പാടായി അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സുവിശേഷം സോള ഫൈഡ എന്നൊക്കെ പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ മാത്രം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന അന്തരാർത്ഥങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവനെ, ആ വ്യക്തിയെ വിശ്വസിക്കണം. യേശുക്രിസ്തു ദൈവപുത്രൻ, അവൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി മനുഷ്യനായി ജഡത്തിൽ വെളിപ്പെട്ടവൻ, എൻ്റെ പാപത്തിൻ്റെ കുറ്റം തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് എൻ്റെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷ മുഴുവൻ സഹിച്ച്, സ്തോത്രം, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട് എൻ്റെ നീതീകരണത്തിനായി ഉയിർത്തെഴുന്നേറ്റ്, സ്തോത്രം, ഇന്നും ജീവിക്കുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ, എൻ്റെ മേൽ അധികാരമുള്ളവൻ, എന്നെ ന്യായം വിധിക്കുവാൻ നിയമിക്കപ്പെട്ടവൻ, സ്തോത്രം, അത് എന്നെ കരുതുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ, ഇവൻ എൻ്റെ രക്ഷകനാണ്. ആ ബോധ്യം യേശു എന്ന വ്യക്തിയെക്കുറിച്ച് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിനാൽ, സ്തോത്രം, നാം പ്രസംഗിക്കണം. അങ്ങനെ വിശ്വസിച്ച്, ആ വ്യക്തിയെ വിശ്വസിച്ച് ആ വ്യക്തിയെ വിളിച്ചപേക്ഷിക്കുകയാണ്. അയ്യോ സഹോദരങ്ങളെ, ഈ വിശ്വാസം എന്ന വാക്കിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായ ആ തെറ്റായ ആശയം നിങ്ങൾക്കൊന്നുകൂടി വ്യക്തമാകുന്നുണ്ടോ? ആ ആശയം പലപ്പോഴും വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ചില വസ്തുതകൾ അങ്ങനെ ആയിരിക്കുമെന്ന് നീ മനസ്സുകൊണ്ട് നീ ഒന്ന് ഉറപ്പിക്കുക എന്നാണ് പലപ്പോഴും പറയുന്നത്. അത് എബ്രായലേഖനം 11-ാം വാക്യം അങ്ങ് എടുക്കുന്ന വിശ്വാസം ഒന്നും വാശിക്കുന്നതോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ആ കാര്യങ്ങൾ നിശ്ചയം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു കാര്യം ഒരു സ്വപ്നം കാണുന്നതല്ല അവിടെ പറയുന്നത്. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം മുതൽ 11-ാം അധ്യായം മുഴുവൻ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അവിടെ കാണും ഒന്നും ആ വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ കാണുന്ന ആ വിശ്വാസ വീരന്മാരാരും ഒന്നും സ്വപ്നം കണ്ടവരല്ല. അവരൊന്നും മനസ്സിൻ്റെ മണ്ഡലത്തിൽ ഭാവനയിൽ ഉറപ്പായിരുന്നവരല്ല. അങ്ങനെയുള്ളവരല്ല. അവരെല്ലാം
അവരെല്ലാവരും ദൈവമെന്ന വ്യക്തിയെ വിശ്വസിച്ചവരാണ്. ദൈവമെന്ന വ്യക്തി, അതാണ് അവർക്ക് പ്രധാനം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അല്ലാതെ ചില കാര്യങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് മനസ്സിൽ ഉറപ്പായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു ഉയർച്ച ഉണ്ടാകണം. അത് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അതല്ല. രക്ഷയ്ക്ക് നിദാനമായ വിശ്വാസം അതല്ല. നോക്കണേ, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? സ്തോത്രം. അടുത്തത്, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അവിടെ പൗലോസ് ഉപയോഗിച്ച് കേട്ടിട്ടില്ലാത്തവനിൽ എന്നുള്ളതിൽ EIS എന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന എയ്സ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എയ്സ് എന്നുള്ളത് വളരെ വിശേഷപ്പെട്ടൊരു പദമാണ്. അവനിൽ എന്നുള്ള അർത്ഥമാണ്. സ്തോത്രം. അവനിൽ, അത് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. എന്നാൽ പൗലോസ് അത് അധികം ഉപയോഗിച്ചിട്ടില്ല. ഈ റോമാലേഖനത്തിൽ ഈ ഭാഗത്താണ് അത് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. EIS, എയ്സ്, അവനിൽ വിശ്വസിക്കണം. സ്തോത്രം. ആ വ്യക്തിയിൽ വിശ്വസിക്കണം. കണ്ടില്ലേ? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ, സ്തോത്രം, എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അടുത്തത്, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? കേട്ടിട്ടില്ലാത്തവനെ എന്നല്ല, കേട്ടിട്ടില്ലാത്തവനിൽ തൻ്റെ വിശ്വാസം അർപ്പിക്കുക. കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? സ്തോത്രം. ഇവിടെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. സുവിശേഷീകരണം എന്ന് പറയുന്നത്, പ്രിയമുള്ളവർ, ഈ TV പ്രോഗ്രാമിലൂടെയും മറ്റ് ട്രാക്റ്റുകളിലൂടെയും വിവിധ നിലകളിൽ സുവിശേഷ സന്ദേശം ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങൾ ആവോളം ഉത്സാഹിക്കാറുണ്ട്. സ്തോത്രം. അവസരം കിട്ടുമ്പോഴൊക്കെ വ്യക്തിപരമായും സുവിശേഷം പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനെ പല നിലകളിൽ കാണുന്നവരുണ്ട്. ചില ആളുകൾ, ഇവന് വേറെ പണിയൊന്നുമില്ലാഞ്ഞിട്ട് അവൻ്റെ തൊഴിലിന് ഇതിറങ്ങിയിരിക്കുകയാണ്. വേറെ ചിലർ പറയുന്നു, ഇവർ വിദേശ പണം വാങ്ങിച്ചുകൊണ്ട് ഇഷ്ടംപോലെ പണസമ്പാദനത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് ഇവരിത് കാണുകയാണ്. മൂന്നാമതൊരു കൂട്ടർ പറയുന്നു, അവരെ മതം മാറ്റാനാണ്. മതം മാറ്റി ഇവിടുത്തെ സംസ്കാരത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഇറങ്ങിയത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, മതം മാറുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. ഞാനൊരു മതപ്രസംഗകനല്ല, ഞാൻ ക്രിസ്തീയ മതത്തിൻ്റെ വക്താവല്ല, ഞാൻ ദൈവത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും വക്താവാണ്. എന്തുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു? എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ മാത്രമേ പാപപരിഹാരത്തിന് സകല മനുഷ്യവർഗത്തിനു വേണ്ടി നിയമിക്കപ്പെട്ടിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിക്ക് ഒരു സൂര്യനേ ഉള്ളൂ. സ്തോത്രം. ഒരു സൂര്യൻ മതി. മനുഷ്യവർഗത്തിന് ഒരു രക്ഷകനേ ഉള്ളൂ. ഒരു രക്ഷകൻ മതി. അതാണ് നമ്മൾ കണ്ടല്ലോ. അവനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ അവൻ സമ്പന്നനാ. സ്തോത്രം. അവനിൽ ഒരു കുറവുമില്ല. ഏതു മഹാഭാവിയാണെങ്കിലും ആ മഹാഭാവിയോട് പോലും ക്ഷമിക്കുവാൻ തക്കണം അവൻ്റെ നീതി മതിയായതാണ്. ആ മഹാഭാവിയുടെ പാപത്തിൻ്റെ നികൃഷ്ടമായ കുറ്റം മുഴുവൻ പരിഹരിക്കുവാൻ തക്കവണ്ണം അവൻ്റെ നീതി മതിയായതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഒരു രക്ഷകൻ, സ്തോത്രം, ആ ഒരു രക്ഷകൻ, ആ രക്ഷകനെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞ് എല്ലാവർക്കും അനുഭവിപ്പാൻ തക്കണം. അതിൽ ലളിതമാണ്. യാതൊരു കായികക്ഷമതയും അതിനാവശ്യമില്ല. യാതൊരു നിലയിലുള്ള ബൗദ്ധിക ആഴവും വലിയ ജ്ഞാനവും ഒന്നും അതിനാവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഒരാൾ ഇവിടെ തൊട്ടുമേളിൽ കണ്ടല്ലോ, വിശ്വസിക്കാത്തവൻ അവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കുമെന്ന് ഇവിടെ കാണുന്നുണ്ട്. അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഞാൻ അവിടെ പറഞ്ഞു, സ്തോത്രം, വിളിച്ചപേക്ഷിക്കുന്ന ആ വിളി കൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസം കൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നതിൻ്റെ ബാഹ്യ പ്രദർശനമായിട്ടാണ് ആ വിളി എന്ന് പറയുന്നത്, വിളിച്ചപേക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഊമൻ എന്നെ ചെയ്യാനൊക്കും? മിണ്ടാൻ മേലാത്തവന് അവൻ എന്നെ ചെയ്യാനൊക്കും? സംസാരശേഷി ഇല്ലാത്തവന് അവന് വിശ്വസിക്കാം. അവൻ്റെ മനസ്സുകൊണ്ട് അവന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നോക്കണേ, യാതൊരു കായിക ശേഷിയും യാതൊരു പണച്ചെലവും ആവശ്യമില്ല. ഏവർക്കും സൗജന്യമായി ഔദാര്യമായി അനുഭവിക്കാൻ കഴിയുന്ന, സ്തോത്രം, ഹല്ലേലൂയ, രക്ഷാമാർഗം ഇതൊന്നും മാത്രമാണ്. അപ്പോൾ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ അവനെ വിശ്വസിക്കണമെങ്കിൽ, സ്തോത്രം, അവനെക്കുറിച്ച് കേട്ടിരിക്കണം. അവനെക്കുറിച്ച് കേൾക്കണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ടാണ് ഞാൻ സുവിശേഷകനായിരിക്കുന്നത്. എൻ്റെ കൊച്ചു ജീവിതത്തെ ഈ സുവിശേഷീകരണത്തിലൂടെ ഞാൻ സമർപ്പിക്കുമ്പോൾ വേറൊരു ആത്മരക്ഷയ്ക്കും വഴിയില്ല എന്നുള്ള ബോധ്യം നിമിത്തമാണ്
സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കായി ഞാൻ സമർപ്പിച്ചത്. ഇവിടെ കണ്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മതം മാറ്റം നടക്കുന്നവരെന്ന് നിങ്ങൾ ഞങ്ങളെ തെറ്റായി ധരിക്കരുത്. മതം മാറിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. മനം മാറണം, അകത്ത് മാറ്റമുണ്ടാകണം. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് യഹൂദന്മാർ, ഇസ്രായേല്യർ സുവിശേഷീകരണത്തെ ആവോളം എതിർത്തിരുന്നു. ജാതികളോട് സുവിശേഷം പറയാൻ അവർക്ക് അനുവാദമില്ല. അതാണ് നമുക്കറിയാമല്ലോ, ജാതികളോട് സുവിശേഷം പറയുന്നത് പൗലോസ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ജാതികൾ രക്ഷിക്കപ്പെടുവാൻ തക്കൊണ്ട് അവരോട് സുവിശേഷം പറയുന്നതിനെ വിലക്കുന്നവരാണ്. കൊർന്നല്യോസിൻ്റെ അനുഭവമൊക്കെ നമുക്കറിയാം. ജാതികളോട് സുവിശേഷം പറയുന്നത് വിലക്കുന്നവരാണ്. വേറെ ഒരു കൂട്ടമുണ്ട്. ഇന്ന് നമ്മുടെ പശ്ചാത്തലം എടുത്താൽ, ഇന്ന് നമ്മുടെ ഇടയിൽ എടുത്താൽ, ചില ആളുകൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ ഈ വ്യവസ്ഥാപിതമായ നാമധേയമായ ക്രിസ്തീയ മതവും മറ്റേതൊരു മതവും ഒരുപോലെ ഉള്ളൂ. വ്യവസ്ഥാപിതമായ ഈ ക്രിസ്തീയ മതമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമല്ല. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ഞാൻ കരുതുന്നില്ല. രക്ഷിക്കപ്പെട്ടവർ ചിലർ അതിലുണ്ടായെന്ന് വന്നേക്കാം. പക്ഷേ രക്ഷയ്ക്കോ ആത്മരക്ഷയ്ക്കോ പാപപരിഹാരത്തിനോ നിത്യജീവനോ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞാൽ അധികാരം വിടാം, നീ എന്താടാ ഒറ്റാലിനകത്ത് കയറി പിടിക്കാൻ വന്നോ, പൂണിക്കകത്തൊന്ന് പിടിക്കാൻ വന്നോ, എടാ അവൻ ക്രിസ്ത്യാനിയാടാ, നീ എന്തിനാ? അയ്യോ, ഞങ്ങൾ ക്രിസ്ത്യാനിയാക്കാനല്ല, ഞങ്ങൾ ക്രിസ്തു ശിഷ്യന്മാരാക്കാനാണ് ശ്രമിക്കുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് ശ്രമിക്കുന്നത്. വീണ്ടും ജനം പ്രാപിക്കുവാനാണ് ശ്രമിക്കുന്നത്. അപ്പം കണ്ടോണേ, ഇതിനാണ് പ്രസംഗിക്കുന്നത്. അപ്പം നാമധേയമായ ക്രൈസ്തവ സമൂഹം സുവിശേഷീകരണത്തെ എതിർക്കുന്നു. അവരെ ആളുകളോട് പറയേണ്ടെന്ന് പറയും. മറ്റു ഓരോ ജനസമൂഹത്തിലും പെട്ടവർ നേതാക്കന്മാരെ അവരോട് പറയണ്ട. ഞങ്ങൾക്ക് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞ് സുവിശേഷകന്മാരെ ഓടിച്ചു വിടുന്ന അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സഹോദര, സ്തോത്രം. സുവിശേഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കൂട്ടത്തിൻ്റെ കുത്തകയല്ല. സ്തോത്രം. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കോണം സമ്പന്നനാണ്. ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. തിരുവെഴുത്ത് ആവർത്തിച്ച് പറഞ്ഞു. എൻ്റെ യേശു പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നമ്മൾ അത്രേ സാധനം പറയാറുള്ളൂ. ആ വാക്യം തീർന്നില്ല. യോഹന്നാൻ 14:6 അതിൻ്റെ 2-ാം ഭാഗം, ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സ്തോത്രം. ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പരിശുദ്ധ ദൈവത്തെ, സ്തോത്രം, പിതാവ് എന്ന ബന്ധത്തിൽ, സ്തോത്രം, അനുഭവിക്കുന്നതിന്, പിതൃപുത്ര ബന്ധത്തിലേക്ക് കടന്നു വരുന്നതിന് യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്തബലിയിലുള്ള വിശ്വാസമൊന്നല്ലാതെ രണ്ടാമതൊരു രക്ഷാമാർഗം ഇല്ല. സഹോദരങ്ങളെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമമില്ല. അതേ ഭൗമിക നേട്ടത്തിനു വേണ്ടി പല ഉപാധികൾ ഇവിടെ ഉണ്ടായിരിക്കാം, പല ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കാം, പല മാർഗങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ആത്മരക്ഷയ്ക്ക്, പാപപരിഹാരത്തിന് ഫലകരമായ, പ്രായോഗികമായ, സാർവലൗകികമായ, എല്ലാവർക്കും സ്വതന്ത്രമായി അനുഭവിക്കാൻ കഴിയുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത്യാവശ്യം വേണ്ടതെല്ലാം ദൈവം സൗജന്യമായിട്ടാണ് നൽകുന്നത്. വെള്ളം അത്യാവശ്യം വേണ്ടതാണ്, സൗജന്യമാണ്. വായു അത്യാവശ്യമാണ്, സൗജന്യമാണ്. ആത്മരക്ഷ അത്യാവശ്യമാണ്, സൗജന്യമാണ്. സ്തോത്രം. സൂര്യപ്രകാശം അത്യാവശ്യമാണ്, സൗജന്യമാണ്. ഇവൻ ഭക്ഷണവും എല്ലാവർക്കും വേണ്ടത് ദൈവം ഔദാര്യമായിട്ടാണ് കൊടുക്കുന്നത്. ചില ആളുകൾ അത് പൂഴ്ത്തി വെച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം പറയുന്നത്. അല്ലാതെ ഞങ്ങളുടെ ഒരു നേട്ടത്തിനു വേണ്ടിയുമല്ല. വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൽ ഞാൻ സുവിശേഷീകരണം എന്നെ ഇറങ്ങിത്തിരിച്ച ആദ്യഘട്ടങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഞാൻ എവരിഹോം ക്രൂസൈഡ് എന്നൊരു ക്രിസ്തീയ സംഘടനയുമായി ചേർന്നാണ് വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിന്നത്. അതിനുശേഷം ഞാൻ സ്വന്തമായ ഒരു ജോലി ചെയ്തുകൊണ്ട് എൻ്റെ ഉപജീവനത്തിലുള്ള മാർഗം അങ്ങനെ നേടിക്കൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന അനുഭവത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഞങ്ങൾക്ക് ഉപജീവന മാർഗമല്ല, ഇത് ഞങ്ങൾക്ക് ധനസമ്പാദനത്തിൻ്റെ മാർഗമല്ല, ഇത് ഞങ്ങളുടെ അണികളെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയല്ല. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും ഇത് സത്യമായതുകൊണ്ടും നിങ്ങളുമായി ഞങ്ങളിത് പങ്കുവയ്ക്കുന്നു. അതേ, സ്തോത്രം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? കേട്ടിട്ടില്ലാത്തവനെ എന്നല്ല, കേട്ടിട്ടില്ലാത്തവനിൽ, അവനിൽ ആണ് നമ്മുടെ വിശ്വാസം അർപ്പിക്കുന്നത്. അവനിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുകയാണ്. അതാണ് നമുക്കറിയാമല്ലോ,
ഉപനിധി എന്നൊരു പ്രയോഗം തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അവൻ എൻ്റെ ഉപനിധി, സ്തോത്രം എന്ന് പറയുമ്പോൾ ഈ ഉപനിധി എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഒരു വ്യക്തി സമ്പന്നനായ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് വീണ്ടുവോളം ഭൂസ്വത്തുണ്ട്, മറ്റ് പല 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 സമ്പത്തുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു ദൂര സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് അത്യാവശ്യമായി പോകണം എന്നിരിക്കട്ടെ. അത്യാവശ്യമായിട്ട് കൊണ്ട് ചില ഒരു 5 കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്ക് അവൻ പോവുകയാണ്. പോയിട്ട് മടങ്ങി വരുന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാനാണ്? അവരിത് വിറ്റിട്ട് സാധാരണ അത് ചെയ്യുന്നത് പലപ്പോഴും അത് നല്ല ഒരു രത്നമോ അല്ലെങ്കിൽ കുറേ സ്വർണമോ സാധാരണ ഒരു രത്നമാക്കി ആയിട്ട് എപ്പം വന്നാലും ഈ രത്നം കൊടുത്താൽ ആ പണം ലഭിച്ച് അവൻ്റെ പഴയതുപോലെ പിന്നെയും സമ്പത്ത് സ്വന്തമാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് തനിക്കുള്ള സമ്പത്ത് മുഴുവൻ ക്രയവിക്രയം ചെയ്ത് വിറ്റ് ഒരു മുത്ത്, ഒരു സ്വർണ്ണ ഒരു രത്നമാക്കും. ആ രത്നം ഇവന് കൊണ്ടുപോകുന്നത് അപകടകരമാണ്. അവൻ്റെ ആത്മാർത്ഥതയുള്ള തൻ്റെ ഒരു പ്രിയ സുഹൃത്തിന് ഈ രത്നം ഏൽപ്പിച്ചേച്ചു പോകും. നിങ്ങളൊന്ന് ഓർത്തേക്ക്, അവനുള്ളത് സകലവും ഈ ഒരു രത്നമായിട്ട് ഒതുക്കി ചുരുക്കിയിട്ട് അത് വേറൊരുത്തനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ, അതാ ഉപനിധി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് ഏറ്റുവാങ്ങുന്നവനെ ഈ കൊടുക്കുന്നവൻ എത്രമാത്രം വിശ്വസിക്കുന്നു, അവനിൽ എൻ്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. നോക്കണേ, ഞാൻ വരുന്നതിന് മുമ്പേ ഇവനെ കാണാം അപകടത്തിൽ വന്ന് ചാവുമോ, ധീരം വന്ന് ചാവും, അവനെ വിശ്വസിക്കുക. അവൻ അത് എനിക്ക് ലഭിക്കത്തക്കതുപോലെ അത് വേറെ ഏതെങ്കിലും നിലയിൽ അത് സൂക്ഷിക്കും. അവൻ്റെ മക്കളുടെ കയ്യിലോ എങ്ങനെയെങ്കിലും അവനത് തീർച്ചയായിട്ടും സൂക്ഷിച്ചിരിക്കും. അല്ലെങ്കിൽ അവനത് കൊണ്ടുപോകില്ല. എവിടെ തന്നു, അങ്ങനെ പറയത്തില്ല. എനിക്കുള്ളത് മുഴുവൻ അവനെ ഞാൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഉപനിധി. ഇതുപോലെ അവനിൽ വിശ്വസിക്കുക. നമ്മളെ തന്നെ കർത്താവിനായി പൂർണ്ണമായും അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയും. സ്തോത്രം. അവൻ കേട്ടിട്ടില്ലാത്തവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷീകരണത്തിൽ മറ്റ് മതവിശ്വാസികളെ വ്രണപ്പെടുത്തുന്നത് പോലെ അവരുടെ വിശ്വാസങ്ങളെ കുറ്റം പറയുവാൻ ദൈവവചനം അനുവദിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവർ, രാഷ്ട്രീയ നിലയിലേക്ക് നേട്ടമുണ്ടാക്കാനായിട്ട് അതിനെ വളച്ചു തിരിച്ചു വിടാൻ അനുവദിച്ചിട്ടില്ല. വെറും സന്മാർഗം പറഞ്ഞ് മദ്യപാനത്തിനെതിരെ ഉള്ള ഒരു പ്രസംഗമായിട്ട് സുവിശേഷത്തെ അധപ്പതിപ്പിക്കരുത്, കുറച്ച് കളയരുത്. അത് കൂട്ടത്തിലുള്ളതാണെങ്കിലും അത് കുറച്ച് കളയരുത്, അങ്ങനെ കുറച്ച് കളയരുത്. എന്നാൽ സന്മാർഗം പ്രസംഗിച്ച എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, ആരും എതിർക്കുകയില്ല. പക്ഷേ സുവിശേഷത്തിൽ തെളിഞ്ഞു നിൽക്കേണ്ടത് വിശ്വാസയോഗ്യനായ കർത്താവിനെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടാണ്. അതാണ് പൗലോസ് പറയുന്നത്. കൊരിന്ത്യരെത്തി പറയുന്നുണ്ടല്ലോ, സ്തോത്രം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കണ്ടില്ലേ? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അടുത്തത്, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഇവിടെ 4 ചോദ്യങ്ങൾ പൗലോസ് ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, അവർ കേട്ടിട്ടില്ലാത്തവനിൽ, സ്തോത്രം, അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? സ്തോത്രം. 2, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? 3, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? 4, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഈ 4 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇവിടെ സുവിശേഷീകരണത്തിൻ്റെ ആവശ്യകതയാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത് നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി, നിങ്ങളിവിടെ സമ്പന്നന്മാരാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അല്ല. നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടണം, അതൊക്കെ കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും ഹൃദ്യമായി കഴിയുമ്പോൾ ദൈവം നിങ്ങളുടെ ഭൗമിക കാര്യങ്ങൾക്ക് വിശ്വസ്തനായിരിക്കുമെന്നുള്ളതിന് 2 പക്ഷമില്ല. എന്നാൽ അത് ഉപോൽപ്പന്നമാണ്, ബൈ പ്രോഡക്റ്റാണ്. പ്രധാന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള വ്യക്തിബന്ധമാണ്. ഹല്ലേലൂയ. നോക്കണേ, അപ്പോൾ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും?
അടുത്തത് പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പോൾ പ്രസംഗിക്കുന്ന ആരെക്കുറിച്ചായിരിക്കണം? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് സുവിശേഷത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. പാപപരിഹാരമാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവர்களെ, വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവനാകുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന തികവുള്ള രക്ഷാമാർഗത്തിൻ്റെ പ്രഘോഷണമാണ് സ്തോത്രം സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ പ്രിയപ്പെട്ടവർ, ഇവിടെ പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ പ്രത്യേകം ശ്രദ്ധേയമാണ്. കെറീസോ എന്ന ഗ്രീക്ക് വാക്കാണ് പ്രസംഗിക്കുക എന്നുള്ളതിൽ ഉപയോഗിക്കുന്നത്. കെറീസോ എന്ന് പറഞ്ഞാൽ ഒരു ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ രാജവിളംബരം നടത്തുവാൻ ഘോഷകന്മാരുണ്ടായിരുന്നു. അവരെ ഘോഷകന്മാരെന്നായിരുന്നു വിളിക്കുന്നത്. നമ്മൾ ദാനിയേൽ കാണുന്നുണ്ട്. ഘോഷകൻ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞോ ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കാൻ, ശബ്ദമെടുക്കാൻ കഴിയുന്നവൻ, ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയുന്നവൻ, അവൻ നിന്നുകൊണ്ട് തൻ്റെ സകല ശക്തി ഉപയോഗിച്ച് എട്ടാശയും പൊട്ടത്തക്കതുപോലെ ഓളോച്ച് വിളിച്ചു പറയും. അതാണ് അവനാണ് ഘോഷകൻ, ഹെറാൾഡ്. രാജവിളംബരം പ്രസിദ്ധപ്പെടും. ഇന്നാണെങ്കിൽ പത്രത്തിൽ കൂടി, റേഡിയോയിലൂടെ, ടി വിയിലൂടെ ഒക്കെ പ്രസിദ്ധപ്പെടുത്താൻ. അന്ന് അതൊന്നും ഇല്ലാഞ്ഞപ്പോൾ രാജപ്രതിനിധികൾ രാജാവ് എഴുതിയതും രാജമുദ്ര കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നതുമായ ആ എഴുത്തോടുകൂടി ഓരോ സ്ഥലത്ത് വരും. എന്നിട്ട് ആ സ്ഥലത്തുള്ള മാർക്കറ്റ് പ്ലേസ്, അവിടെ ചന്ത സ്ഥലത്ത് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പീഠമുണ്ടായിരിക്കും, ഒരു പബ്ലിക് കോളം ഉണ്ടായിരിക്കും. ആ പബ്ലിക് കോളമിലേക്ക് കയറി നിന്ന് ആ രാജവിളംബരം ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ തന്നെ, ഈ രാജവിളംബരം ഇത്രയും ആൾക്കാരുടെ എല്ലാം കയ്യിലോട്ട് കൊടുക്കാനും കഴിയില്ല. അവിടെ നിന്നുകൊണ്ട് ഈ രാജവിളംബരം ഉറക്കെ വായിക്കും, അല്ലെങ്കിൽ വിളിച്ചു പറയും. വിളംബരത്തിലെ ആ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെടത്തക്കതുപോലെ ഉച്ചത്തിൽ വിളിച്ചു പറയും. അതാണ് ഘോഷകൻ എന്ന് പറയുന്നത്. സ്തോത്രം. അതാണ് അവനെ വിളിച്ചപേക്ഷിക്കത്തക്കവണ്ണം കെറീസോ എന്ന പദം പ്രഖ്യാപനമാണ്, ഒരു വലിയ വിളംബരമാണ്, ഹെറാൾഡാണ്. ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് എല്ലാവർക്കും ബോധ്യപ്പെടത്തക്കതുപോലെ, എല്ലാവർക്കും മനസ്സിലാകത്തക്കതുപോലെ, വ്യക്തമായി ജനം അവനിൽ വിശ്വസിക്കത്തക്കതുപോലെ നമ്മൾ സ്തോത്രം സുവിശേഷം പറയുന്നത്. സുവിശേഷീകരണത്തിൻ്റെ പ്രാധാന്യമാണ് ഈ ഭാഗത്ത് 14-15 വാക്യങ്ങളിൽ പൗലോസ് അർത്ഥമാക്കുന്നത്. തൊട്ട് താഴെ കണ്ടില്ലേ, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അയക്കപ്പെടണം. സ്തോത്രം. ഒന്നാമത് ദൈവം അപ്പോസ്തലോ എന്ന വാക്കാണ് അവിടെ അയക്കുക. പ്രിയപ്പെട്ട, ദൈവം ആണ് പ്രധാനമായും അയക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്തവരെ സഭ അംഗീകരിച്ച് അയക്കുന്നത് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ദൈവം തിരഞ്ഞെടുത്തവരെ സഭ അംഗീകരിച്ച് അവനെ പിന്തുണയ്ക്കണം. അതാണ് ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. അയക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ അതാണ് നമുക്കറിയാമല്ലോ. പ്രവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ നിന്ന് പൗലോസും ബർന്നബാസും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ പറഞ്ഞയക്കുന്നു. സഭയുടെ ദൂതന്മാർ, സഭയാൽ അയക്കപ്പെടുന്ന അപ്പോസ്തലന്മാർ, സഭയുടെ അപ്പോസ്തലന്മാരെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 8-ാമത്തെ 23-ാമത്തെ വാക്യത്തിൽ അവർ സഭയുടെ ദൂതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഈ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോസ്തലോ. സഭയാൽ അയക്കപ്പെട്ടവരാണ്. അവിടെ പ്രിയപ്പെട്ടവർ, ചുമ്മാ താൻ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു വിപ്രീതി തോന്നി അങ്ങ് ചാടിപ്പുറപ്പെടുകയല്ല. അവൻ്റെ പിന്നിൽ, സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവമക്കളുടെ ഒരു കൂട്ടായ്മ, ഒരു പിൻബലം, ഒരു പ്രാർത്ഥന, അതുണ്ടായിരിക്കണം. ഈ 4 ചോദ്യങ്ങൾ സുവിശേഷീകരണത്തിൻ്റെ പ്രാധാന്യത വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത് നിങ്ങളെ ആത്മരക്ഷ നിങ്ങൾ അനുഭവമാക്കണമെന്നുള്ള ഏക ആഗ്രഹത്തോടു കൂടിയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്രം. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കണം. അതിന് കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അവൻ നമ്മുടെ ഉപനിധിയാണ്. സ്തോത്രം. മുഴുവൻ സ്വത്തും കൂടി ഒരു രത്നമാക്കി ഒരാളിനെ അങ്ങ് ഏൽപ്പിക്കുന്നത് പോലെ നമ്മുടെ മുഴു ജീവിതവും അവൻ്റെ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവൻ അത്ര വിശ്വാസയോഗ്യനാണ്. സ്തോത്രം. ആ സമ്പൂർണ്ണ സമർപ്പണത്തിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവേ,
ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരുക്കിയ തികവുള്ള രക്ഷാമാർഗത്തെ ആളുകൾക്ക് ബോധ്യപ്പെടത്തക്കതുപോലെ കർത്താവെ പ്രസംഗിക്കുവാൻ, വിളംബരം ചെയ്യുവാൻ, പ്രസിദ്ധപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ പിന്നെയും കൃപ നൽകണം. കർത്താവെ, ഞങ്ങളുടെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും സ്തോത്രം കർത്താവെ, നിത്യജീവന് വേണ്ടി ഒരുങ്ങത്തക്കതുപോലെ അങ്ങയിൽ വിശ്വസിക്കുവാൻ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുവാൻ, അങ്ങയിൽ നിന്ന് ആത്മരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവന് ഉറപ്പ് പ്രാപിക്കുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തൃക്കരങ്ങൾ പൂർണ്ണമായും ഏൽപ്പിക്കുന്നു. തിരുനാമം ഇതിലൂടെയും മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.